കൈക്കുമ്പിളിൽ ഏറ്റവും എണ്ണം മിഠായി ആർക്ക് സ്വന്തമാക്കാൻ കഴിയുമോ അവർക്കാകുന്നു വിജയം. മത്സരിക്കുക. ഈറ്റപ്പുലി കണ്ടാമൃഗത്തിന്റെ ഗാംഭീര്യമായി പടവെട്ടുക. ബോൾ അടിക്കുന്നതിന്റെ പിന്നിൽ നിന്ന് കുട്ടികളൊന്ന് മാറി നിൽക്കുക. ആഞ്ഞു വീശാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക. ആരാണ് നമ്മുടെ നെയ്മർ? ആരാണ് ഈ ഏകദേശം ഗോളടി. നടക്കുന്നുണ്ട്. സഹോദരിമാരൊക്കെ പങ്കെടുക്കേണ്ടതാണ്. ആ മത്സരാർത്ഥികളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സംശയിച്ചോ നിൽക്കുന്ന ഉമ്മമാരെ അവർ വിജയിച്ചു എങ്കിൽ കൊടി പറപ്പിക്കും. സ്വർണ്ണ പതുക്കമാണ് സമ്മാനം. അതെ. വേദിയിൽ കുട്ടികൾക്കുള്ള മിഠായി പെറുക്കൽ മത്സരം ആരംഭിക്കുകയാണ്. വടംവലിക്കുള്ള വടം എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് മല്ലന്മാരെയാണ്. ആരാണ് മല്ലന്മാർ? തിരിച്ചറിയാൻ നിമിഷങ്ങൾ മാത്രം. ഹലോ ഷൂട്ടൌട്ടിൽ അണിനിരക്കുന്നത് ജിംഖാന തൃശൂരിന്റെ പടക്കുതിരകളും കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പടത്തിരവരുമാണ്. ആരുണ്ട് മുമ്പിലേക്ക് എത്താൻ? തിരഞ്ഞെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. ചെറിയ കുട്ടികളെ മാത്രം ആണികളായി മത്സരക്കാരായി നിർത്താതെ ആ ടീനേജിന്റെ കുട്ടികൾ രംഗത്തെത്തേണ്ടതാണ്. സംശയിച്ചോ നിൽക്കാതെ പെട്ടെന്ന് വരിക. അതെ. സ്ത്രീകൾക്കുള്ള ഗിഫ്റ്റ് പാസിംഗ് മത്സരം ആരംഭിച്ചു. കൊച്ചു കുട്ടികൾക്കുള്ള മിഠായി പെറുക്കൽ മത്സരം സ്റ്റേജിൽ അരങ്ങേറുന്നു. അതുപോലെ ഷൂട്ടർമാരാരെ കണ്ടെത്തുന്നതിനുള്ള മത്സരം തുടരുന്നു. ഉടനെ നമുക്ക് കമ്പവലിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ആരും ഗോളടിച്ചില്ല എങ്കിൽ അടിയുടെ ആഘാതം. നമ്മുടെ ഗിഫ്റ്റ് പാസിംഗ് മത്സരം തുടങ്ങണേ. നമ്മള് ഒരു പാട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് പാസ് ചെയ്ത് പോവാ. അവസാനം പാട്ട് നിൽക്കുമ്പോഴ് ഗിഫ്റ്റ് ആരെ കയ്യിലാണ് അയാൾ ഔട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കയ്യിലുള്ള പേഴ്സ്, കണ്ണട എല്ലാതും താഴെ വെക്ക. സാവധാനം കൂട്ടണ്ട. അപ്പൊ തുടങ്ങല്ലേ, നമുക്കൊരു ട്രയൽ ബിലാല്, ഇർഫാൻ, അംജദ്, അജ്വദ് തുടങ്ങിയ എല്ലാവരും ആ സമ്മാനത്തിന് അർഹരാകുമോ എന്നറിയാൻ ബോളും കാലും കൂട്ടിമുട്ടിക്കൊണ്ട് തീപ്പൊരി പാറുമാർ. ഭാവിയുണ്ട്.
ഇർഫാൻ അലി പാർട്ടി രംഗത്തെത്തേണ്ടതാണ്. ഇതൊന്നും മടിയല്ല മക്കളെ, അടിയിനി വരാൻ പോകുന്നേ ഉള്ളൂ. ബിലാൽ, ഇർഫാൻ, അജ്വദ്, അംജദ് തുടങ്ങിയ എല്ലാവരും കൂടി വരിക. ഷൂട്ട് ഔട്ടിന് ശേഷം വടംവലിയുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കണ്ണി കണ്ടുപോലെ നോക്കി നിൽക്കാനേ നമുക്കത് കഴിയൂ. സ്ഫോടന നിമിത്തം തീപ്പൊരി പറന്നുകൊണ്ട് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്പം മാറിക്കൊടുത്താൽ നമുക്ക് നന്ന്. പ്രിയമുള്ളവരെ, എതിരാളികളുടെ ഗോൾ വലയിലേക്ക് സൂര്യതം കാണിക്കാനെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള വടംവലി മത്സരം. വിജയികൾ ആരാണ്, വിജയത്തിന്റെ വിജയക്കുടി പറപ്പിക്കുന്നത് ആരാണ് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഇല്ല, ഇനിയും വരാനുണ്ട്.
ചിപ്പിക്കുള്ളിലെ മാണിക്യം പോലെ ഇനിയും വരാനുണ്ട്. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. നടത്തുന്നതിന് മുന്നോടിയായി ഷൂട്ടൌട്ട് മത്സരം തുടരുകയാണ്. ആരുണ്ട് വീരന്മാരെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഷൂട്ടൌട്ട് മത്സരം. ആർക്കും മത്സരിക്കാം. പ്രായഭേദമന്യേ ആരുണ്ട് ക്രിത്തന്മാർ. ഓ ഷംസുഖാന്റെ കരുത്ത് കാണാൻ ജാക്കിച്ചാനെ പോലെ അമ്പരപ്പിക്കുന്ന രൂപത്തിൽ മത്സരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ആരുണ്ട് തിരിച്ചറിയാൻ നിമിഷങ്ങൾ മാത്രം. ഇതുവരെ ആരും തന്റെ കഴിവ് പ്രിയമുള്ളവരെ എം ചിരിക്കാന്റെ പ്രകടനമാണ്. ആവേശത്തോട് കൈയടിക്കാൻ നമുക്ക്. ടയർ പൊട്ടിത്തെറിച്ച് തീപ്പൊരി പറക്കാൻ സാധ്യതയുണ്ട്. ഒട്ടത്തലയിലേക്ക് തീപ്പൊരി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അത് വരുന്നു. അടുത്തത് താരി.
ഒന്ന് ലൂസാക്കിയേ അതെ അങ്ങോട്ട് പോവാ കഴിഞ്ഞെന്തായാലും അടുത്ത നമുക്ക് അങ്ങനെ ആക്കാം വിസിലെവിടെ വലിക്കരുത് വലിച്ച് വടം പൊട്ടിക്കരുത് വടം പൊട്ടിക്കരുത് ആ വിസില് അതിനുമ്പ് ഓക്കെ എല്ലാവരും ടൈറ്റായിട്ട് പിടിക്കുക ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം വിസിലടിക്കും വിസിലടിച്ചു കഴിഞ്ഞാൽ ആഞ്ഞു വലിക്കണം ഓക്കെ വാശിയേറിയ ഉടമ്പടി ആരംഭിക്കുകയാണ്. വിസിലടിച്ചാൽ ഉടനെ കാണാൻ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക വലിക്കരുത്. എല്ലാവരും കൈയടിക്കുക. ആവേശമാണ്. റെഡി 1 2 നമ്മുടെ ഈ ഭാഗം വിസിലടിക്കുമ്പോ തുടങ്ങണേട്ടോ നഫ്ല നഹല ഫാത്തിമ 1 2 മത്സരത്തിൽ പങ്കെടുക്കാത്ത എല്ലാവരും സക്കീന ടീച്ചർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയല്ലേ 1 2 വലിക്ക് ആവേശം എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. പടിഞ്ഞാറേ സെറ്റ് ആവേശകരമായി വിജയിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറേ സെറ്റ് ക്ലാപ്പടിക്ക് തുടങ്ങിക്കോ കൊടുത്തോ കൊടുക്കണില്ലേ ക്ലാപ്പ് കൊടുക്കണം എല്ലാവരും കൊടുത്തോടങ്ങി സൈദുക്ക തുടങ്ങിക്കോ
ഷംസുക ഒന്നേ ഗ്യാപ്പ് അടുത്തത് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് അവിടെ നടക്കും. കുറച്ച് ഗ്യാപ്പ് ഇടാം. അവിടെ കൊടുക്കണ ഒരു സുഖം ഉണ്ടാവും. ഗ്യാപ്പ് ഇടാ. കുറച്ച് ഗ്യാപ്പ് ഇടാ. കുറച്ച് ഗ്യാപ്പ് ഇടാ. ഓക്കെ ഓക്കെ. കൊതിയെടുക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇടാ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കാം. അവിടെ കിട്ടുള്ളൂ. കറക്റ്റ്. 3 പേരുള്ളൂ. ഇഞ്ചോടിന് പോരാട്ടം. ജമാൽ മാഷ് 2 പേരുടെ മത്സരം. അബ്ദുൽ നാസർ KS ഖാദർ വാശിയേറിയ പോരാട്ടം. ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കാം. അബ്ദുൽ നാസർ സാഹിബ് ഓക്കെ വിജയിച്ചിരിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് KS ഖാദർ. കൈയടി പോരാ. വളരെ വാശിയേറിയ മത്സരമാണ്. 1 ഇഞ്ച് പോലും താഴേക്ക് പോവാതെ പിടിച്ചു നിൽക്കുന്നതായിരിക്കും വിജയ്. കൈയടി പോരട്ടെ. നിർത്തല്ലേ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. ജമാൽ മാഷിക്ക് എന്തോ പറയാണ്ട്. ഒന്നുമില്ല. ഓക്കെ. വളരെ വാശിയേറിയ മത്സരം. ഒരാളും പിന്നിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേശ്ശിയുടെ കൈ മോളിക്ക് പൊന്തിയ കുഴപ്പമില്ല. താഴാട്ടിരുന്നാ മതി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൈയടി കൊടുക്ക്. മജീദ് കാ ഒന്നും പറയാനോ.
എന്തോ ഒരു ആട്ടമുണ്ട്. എല്ലാവരും കുപ്പി ഇളകുന്നത് ശ്രദ്ധിക്കുക. ജമാൽ മാഷ് കുപ്പി ചെറുതായിട്ട് ഇളകുന്നുണ്ടോ? ഇല്ലല്ലേ തോന്നണോ. ചെറിയൊരു വിറവ് തുടങ്ങി. പിടിച്ചു നിൽക്കണം. അവസാന നിമിഷം വരെ. Come on, India. അവിടെ ഒരു വിറണ്ടല്ലോ കിഴക്കേറ്റത്ത്. ജമാൽ മാഷ് വിടാൻ തയ്യാറാണോ? ജമാൽ മാഷ് ഒരാളോട്ടായി വളരെ വിദഗ്ധമായി പതുക്കെ കീഴടങ്ങി. ജമാൽ മാഷ് കുറച്ചുകൂടി പോവും. നാസർ ആയുധം വെച്ച് കീഴടങ്ങി. കയ്യടി പോരട്ടെ. ഒരു വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ജമാൽ മാഷും മസിൽ പിടിക്കുന്നുണ്ട്. കയ്യടി വാശി. ഒരിഞ്ച് പോലും താഴാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ നിന്നെക്കൊണ്ട് പറ്റും. ഒരിഞ്ച് പോലും പോയി. 3 പേർ. അതവിടെ MM മജീദും കീഴടങ്ങിയിരിക്കുകയാണ്. 3 പേര് വളരെ വിദഗ്ധമായി നിന്നെക്കൊണ്ട് പറ്റും. പിടിച്ചോ. മുട്ടുവളക്കരുത്. പിടിക്കണം. ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. കാണികളെ ആവേശത്തിൽ പൊതിഞ്ഞുകൊണ്ടുള്ള മത്സരമാണ്. കാലടി പുറകിലേക്ക് പോകുന്നു. 1 ലിറ്റർ വെള്ളം നേരെ കൈമടക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. രണ്ട് പേർ. ആര് ജയിക്കും? 2 പേർ. 1 ഇഞ്ച് പോലും അനങ്ങാതെ. എന്താണ് ഇവിടെ പടിഞ്ഞാറേ വിറക്കരുത്. കൈയടിച്ച പടിഞ്ഞാററ്റവും ഇറക്കുന്നു. ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. 1 ലിറ്റർ വെള്ളം എത്ര സമയം കൈമുട്ട് മടക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധമായി ഇതാ മനസ്സിലാക്കി തരികയാണ്. പോരാട്ടം. മറക്കണ്ട. നിന്നെക്കൊണ്ട് പറ്റും. കയ്യടി പോരട്ടെ. നല്ലോണം. നിന്നെക്കൊണ്ടേ പറ്റൂ. മടക്കണ്ട. പിടിച്ചോ. പതറരുത്. അടി പതറരുത്. മുക്കല്ലേ. ആവേശോജ്വലമായ മത്സരമാണ്. ഞാൻ വിട്ടാ നീ വിടും, നീ വിട്ടാ ഞാൻ വിടും. ആര് വിടും? രണ്ടുപേരും കട്ടക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. മത്സരത്തിനിടയിൽ കുശലം പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ഇത് ആസീസ് ഖാൻ വിട്ടുകൊടുക്കില്ല. കാലിന്റെ ചുവടുകൾ എത്തുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ചെയർമാൻ വിജയിച്ചിരിക്കുകയാണ്. രണ്ടാം സമ്മാനം അസീസ് ഖാൻ. ഏറെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെഷനുകളും ഏറെ ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയും ഏറ്റവും പുതിയ തലമുറയും നയിക്കുന്ന മഹനീയ സംഗമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇപ്പോ ഈ വേദിയിൽ നടക്കുന്നത്. ബഹുമാന്യനായ കുറിച്ച് ഈ സദസ്സിനോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ലേൺ ദ ഖുർആൻ എന്ന പഠന പദ്ധതിക്ക് തുടക്കമിടുകയും പിന്നീട് സംഘടന വ്യത്യാസമന്യേ എല്ലാ മലയാളികളും മുസ്ലിമീങ്ങളും വരെ പ്രായഭേദമന്യേ ഏറ്റെടുത്ത ഒരു ഖുർആൻ പഠന സംരംഭമാണ് ഖുർആൻ. അദ്ദേഹത്തിന്റെ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠനത്തിനും അത് പഠിപ്പിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഒക്കെയായി അദ്ദേഹം ജീവിതം തന്നെ ഏറെ സമയവും മാറ്റിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കേവലം അദ്ദേഹത്തെ വേദിയിൽ പറയാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നേർക്കുനേരെ മീഡിയകളിലൂടെ ഒക്കെ കാണുന്നതും ഒക്കെയാണ്. ഏതായിരുന്നാലും ഈ ഒരു വേദി നമ്മൾ ഒരുക്കിയത് അദ്ദേഹത്തിന് ഈ അടുത്ത് മക്ക ഹറം മതകാര്യ പ്രത്യേകമായ ആദരവ് ലഭിച്ചത് മീഡിയകളിലൂടെ നമ്മൾ കണ്ടു. മക്കയിൽ നിന്ന് പ്രത്യേകിച്ച് ഹറമിൽ നിന്ന് അവിടത്തെ ഷെയ്ഖിന്റെ അവിടത്തെ മതകാര്യ വകുപ്പിന്റെ ഒരാദരവ് എന്ന് പറഞ്ഞാൽ മലയാളികൾ പ്രത്യേകിച്ച് നമുക്ക് ഏറെ സന്തോഷം അഭിമാനം തന്നെയാണ്. അല്ലാഹു ഇനിയും ഈ ഖുർആൻ പഠന മേഖലയിൽ അദ്ദേഹത്തിന് ഉയരങ്ങളിലെത്താൻ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ലോക മലയാളികൾ മുഴുവനായി എത്തിക്കാൻ അതിന് ഇനിയും നേതൃത്വം നൽകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ബഹുമാനായ കൂട്ടായ്മയുടെ ഒരു മെമന്റോ നമ്മൾ നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ഒരു സംഗമമാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അബ്ദുൽ ഖയ്യൂം ബുസ്താനി രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ അബ്ദുൽ ഖയ്യൂം ബുസ്താനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളെ സ്നേഹാദരം കൊടുക്കുന്നതിന് ഷമീർ ചന്ദ്രാപ്പിനെ അവരുടെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
രണ്ട് വാക്കുകൾ സംസാരിക്കാനായി അബ്ദുൽ ഖയ്യൂം ബുസ്താനിയെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള സദസ്സിലുള്ള നല്ലവരായ സഹോദരന്മാർ, ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ് ലയിപ്പിച്ചാൽ എന്നതും കൂടിയാൽ കൂട്ടുക എന്നതും കൂട്ടായ്മയിൽ ഒന്നിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ കൂടുന്നവനാണ്, ചേർത്താൽ ചേരുന്നവനാണ്. ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനമില്ലാതെ വിളിച്ചാൽ വിളി കേൾക്കുന്നവരും നന്നാക്കിയാൽ നന്നാകുന്നവരും നന്നാകാൻ തയ്യാറുള്ളവരുമാണ് സത്യവിശ്വാസി. ഇത് സത്യവിശ്വാസികളുടെ ഒരു സദസ്സല്ല. നമുക്ക് കാണുമ്പോ കുറച്ച് അഭംഗി ഒരുപക്ഷെ തോന്നിയാക്കാമെങ്കിലും വളരെ പതളമുള്ള നിരവധി വേദികളെക്കാൾ പതിനായിരങ്ങളെ കൊണ്ട് പരസ്പരം പോരടിക്കുന്ന സദസ്സുകളെക്കാൾ എത്രയോ പടച്ച തമ്പുരാന് പ്രിയങ്കരമായ സദസ്സിലാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ചത് എന്നത് ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ അവസരം ലഭിച്ചത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവ്വസ്തുതിയും അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരുമിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മളെ ഒന്നിപ്പിക്കുന്നു. ഈ ഒന്നിപ്പിക്കാനുള്ള ഉണ്ടായത് എന്തൊക്കെ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും വളരെ വിഷലിപ്തമായ പ്രചാരണങ്ങളും നമുക്കിടയിൽ കടത്തിയാലും ശരി, നമ്മൾ ഒന്നാണ്, നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ ഒരേ ഒരു ഒന്നിച്ച് പാടുപെട്ടവരാണ്. നമ്മളെ ആർക്കാനോ പിരിക്കാനോ സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഈ സൗഹൃദ സംഘം സലഫികളാണ് നമ്മൾ. നാം സുന്നത്തും അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ് നമ്മുടെ പ്രമാണമാണ് അംഗീകരിക്കുന്നവരാണ്. നമുക്ക് എന്തൊക്കെ വിഷമതകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ സംഭവിച്ചാലും ശത്രുക്കൾ നമ്മളെ പറ്റി എങ്ങനെ എന്തൊക്കെ ദുഷ്പ്രചരണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നാലും ശരി, നമ്മൾ ഒന്നാണ്. നമ്മളെ പിരിക്കാൻ സാധ്യമല്ല. നമ്മൾ നന്മയിൽ ഒരുമിക്കും, തിന്മയിൽ പരസ്പരം വിമർശിക്കും. നന്മകൾ തിന്മ വിരോധിക്കുകയും അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമായി എന്നും നിലനിൽക്കും എന്നതിന്റെ ഒരു പ്രഖ്യാപനം ഇന്ന് ഇവിടെ മനസ്സിനെ നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. റബ്ബിന്റെ അനുഗ്രഹം തീർച്ചയായും വർഷങ്ങളിൽ ഘോഷമായി നാം നടത്തേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഉറപ്പിക്കപ്പെടുക. കണ്ടാൽ മിണ്ടാത്തവര്, സലാം പറഞ്ഞാൽ മടക്കാത്തവര്, ഏതൊക്കെയോ വൈരാഗ്യങ്ങൾ ഏതൊക്കെയോ വിധത്തിൽ മനസ്സിൽ ഒന്നായി ഒരുമായിട്ട് മക്കളായി ജീവിച്ച ആളുകൾ ശത്രുക്കളെ പോലെ പെരുമാറിയിരുന്ന ഒരു അവസ്ഥയിൽ മാറി കൂടിച്ചേരാനും ഒന്നിച്ചിരിക്കാനും തിന്നാനും കളിക്കാനും സന്തോഷിക്കാനും പരസ്പരം പരസ്പരം ആശീർവദിക്കാൻ അതുപോലെ തന്നെ സമാധാനത്തിന്റെ സന്ദേശമായ പരസ്പരം പറയാൻ സാധിച്ചു എന്നത് ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇവരിലാകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ സദസ്സിനെ എന്നെന്നും വളർത്തി വലുതാക്കി പ്രദേശം മുഴുവൻ നിറയുന്ന വിധത്തിൽ ഇതിനെ ഏറ്റവും ബർക്കത്തായ നിലയിൽ വളർത്തുമാറാകട്ടെ എന്ന് മാത്രമാണ് പ്രധാനമായിട്ട് ആശംസിക്കാനുള്ളത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
പിന്നെ ഇപ്പൊ എന്നെ വിളിച്ച് രണ്ടിന്റെ പേരിൽ ഞാൻ വേദിയിലുള്ളവരോട് നന്ദിയുള്ളവനാണ്. പിന്നെ വാസ്തവത്തിൽ ഇവിടെ ഉള്ള ആളുകളെ വിധത്തിലുമുള്ള ഒരു കോളിൽ കൂടുതൽ ഇല്ല. എന്നെക്കാട് എത്രയോ നല്ല താഴ്ത്തന്നെ. അപ്പൊ ഒരാള് വിളിച്ച് ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ചില നിമിത്തങ്ങളെ കൊണ്ടോ കാരണങ്ങളുണ്ടാവുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ വെറുതെ അവിടെ ഉണ്ടായിട്ടുള്ളതല്ല. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ അത് സ്വീകരിക്കാത്ത കളയും. അപ്പൊ അള്ളാഹു സ്വീകരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. പ്രവർത്തനം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരുന്നാലും ആര് ചെയ്തിരുന്നാലും നല്ല പ്രതിഫലം നൽകും. അതിന് പ്രദേശത്തിന്റെയോ നാടിന്റെയോ തറവാടിന്റെയോ വിവരത്തിന്റെയോ മാനദണ്ഡം വിവരം അതായത് മജീക്കനോട് എന്താണ് ഈ സംഭവിച്ചതെന്ന് പറയണം എന്നുള്ള സൂചന നൽകി. വാസ്തവത്തിൽ ബാങ്കോടുത്ത് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് മജീദ് മാഷ് എന്താണ് അംഗീകാരമാണ് എന്ത് ആദരവ് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യത്തിൽ നമ്മൾ ആദരവിനരായ ആളുകളല്ല. ഹറം മക്കയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വരുന്ന വ്യത്യസ്ത പണ്ഡിതന്മാര് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഏതാണ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾ കളിയിലായിരിക്കാം എന്തെങ്കിലും വിഷയത്തിലായിരിക്കാം സിംഗറായിരിക്കാം ഒരു വിഷയത്തിൽ ടോപ്പറായിട്ട് ലോകത്ത് അവർക്ക് തോന്നിയ ഒരാൾ എന്ത് ചെയ്യും വിളിച്ച് പ്രത്യേകമായിട്ട് ഹറമിന്റേതായ ഒരു ആദരവ് കൊടുക്കും. പ്രത്യേകമായി ആ ഒരു ആദരവാണ് ഒന്നും അറിയാത്ത എനിക്ക് കിട്ടിയത്. കാരണം എന്താണെന്ന് ഇതിൽ എനിക്കറിയില്ല. ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ തക്രീമിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി തക്രീമ് നടത്താൻ റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടില്ല. ഒരു അപേക്ഷ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അപ്പോ അതില് പല ആളുകളും വരാറുണ്ട്. തക്രീമിന്റെ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ സമയം നമ്മള് ആദ്യം 1.5 മണിക്കൂർ സമയം എന്താ ചെയ്യാന്ന് അവിടെ ഏറ്റവും നല്ല പണ്ഡിതന്മാരെ വിളിച്ച് നമുക്ക് അവരായിട്ട് 1.5 മണിക്കൂർ സംസാരിക്കാൻ അവസരം. ആ സമയത്ത് അവര് നമുക്ക് നന്നായിട്ട് സുഗന്ധം പൂശുകയും നമുക്ക് കുടിക്കാൻ തരികയും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കേട്ടിരിക്കാന്നുള്ളത്. അപ്പൊ കേട്ടിരിക്കുന്നത് ആരായിരിക്കും? ഏറ്റവും പ്രമാണിമാരായ വളരെ സഹാബികളുടെ വഴിയിലുള്ള നല്ല ആളുകളായിരിക്കും. മര്യാദയ്ക്ക് വേണ്ടി സൽക്കാരത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോ ഇതൊന്നും എനിക്കറിയാത്ത നിലയിലുള്ള എനിക്കറിയില്ല. ഞാൻ ചെന്നത് ക്ഷണിച്ചപ്പോൾ ഞാൻ പോയി. വേറൊരു ആവശ്യത്തിന് ഞാൻ ചെന്നത്. അപ്പൊ അവിടെ വലിയൊരു സദസ്സായിരിക്കും. ആ സദസ്സിൽ വലിയ ആദ്യം നടക്കേണ്ടത് അവിടെ സദസ്സിൽ ഇരുന്നതുപോലെ ഇങ്ങനെ കാണാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പോയത്. ഇതല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യത്തില് എനിക്ക് ഇന്നിവിടെ ഇങ്ങനെ പരിപാടി അപ്പൊ 2 പോലീസുകാര് വന്ന് കുറച്ച് ആർമികളും വന്നിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ വേറെ ആളെ കാണാൻ അവര് എന്നെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോ എന്റെ കൂടെ പണ്ഡിതന്മാരാരെങ്കിലും പണ്ഡിതന്മാരും എനിക്ക് 2-3 പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ക്ഷണിക്കുന്നത്. അപ്പൊ അവര് അയച്ചാലും വിവരങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാതിരിയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ അല്ലാതെ എന്താണ് സംഭവിച്ചത്. പിന്നെ ചില ഊഹങ്ങൾ ഉണ്ടായി. അതായത് നേരത്തെ അറിയുന്ന ചില പണ്ഡിതന്മാര്, ചില അറിവുള്ള ആളുകൾ, ചില എന്താ പറയാ മുബാഹിദുകൾ, എല്ലാ കാര്യങ്ങളും
CID-മാര് പല അന്വേഷണങ്ങളും ആ അന്വേഷണം കിട്ടിയ റിപ്പോർട്ട് ആയിരിക്കാം അവർ നമ്മൾ വിളിക്കാനും ആദരിക്കാനും ഞാൻ മനസ്സിലാക്കി എന്തായിരുന്നു ആദരവ് അത് അള്ളാഹുവിന്റെ ഒരു ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടാൽ നല്ലതാണ് തീർച്ചയായിട്ടും അതിനേക്കാൾ നല്ലതേക്കാൾ അതിന് അള്ളാഹുവിന് സ്തുതി പറയാം അതല്ലാതെ അത് ഓരോരുത്തരും ക്രെഡിറ്റ് പറയാൻ നിങ്ങളാണ് നല്ല ആളുകൾ പറയാം കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആളുകളൊക്കെ വിളിച്ച് പറയുന്നത് ഭയങ്കര നല്ല മനുഷ്യനായിട്ട് അദ്ദേഹം സൂര്യൻ ഉദിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യനായി ഇതിനെക്കാട്ടും നല്ല മനുഷ്യനില്ല അദ്ദേഹം ഒരു പ്രാർത്ഥന ഞാൻ എന്നെ പറ്റി ഇവരറിയാത്തതിന്റെ പേരിൽ ഇവരെ പുകഴുന്നതിൽ നിന്ന് എന്നെ ശിക്ഷ എന്നെ ഒഴിവാക്കണം എന്റെ കുറ്റം കൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ല അതുകൊണ്ട് എന്നെ പറ്റി വാസ്തവത്തിൽ അറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാരണം ഞാൻ ആരാണ് നിനക്കറിയാം അതുകൊണ്ട് ഞാൻ നിനക്കറിയാം ഞാൻ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുന്നു വിവരക്കേടിന്റെ ഞാൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഇവരും ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിന് സ്വന്തം പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ വാക്കെല്ലായിരുന്നാലും അല്ലാഹു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് പ്രധാനപ്പെട്ട അതിന്റെ അവകാശികളുടെ ആളുകളെ അനുഗ്രഹിക്കും നിങ്ങളെല്ലാം പഠിക്കുന്നവരാകണം എനിക്ക് പറയാനുള്ളത് ചില ആളുകളെ ചില ആളുകളെ പിടിച്ച് നമ്മൾ ഉയർന്നവരായി നിങ്ങളുടെ കൂടുതൽ നല്ല ആളുകൾ അത് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ ആലോചിക്കണം ഖുർആൻ വായിച്ച് ഖുർആൻ പഠിച്ച് ഖുർആന്റെ അർത്ഥം ആശയം എത്ര ഖുർആന്റെ ആയത്തനുസരിച്ച് ഞാൻ ജീവിച്ചു ഇതാണ് എല്ലാവരും ആലോചിക്കേണ്ടത് നമ്മൾ മുജാഹിദ് വിഭാഗത്തിലായിരുന്നാലും അതല്ലാത്ത നമ്മുടെ അടിസ്ഥാനം ഖുർആൻ വിട്ടുകൊണ്ടുള്ള ഒരു കളി നമ്മൾ കാര്യമില്ല ഖുർആൻ കൊണ്ട് കളിച്ചാൽ ലോകത്തെ ഏറ്റവും പ്രതിഫലം ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും പോലെ കാര്യമില്ല എന്റെ ആളുകളാകട്ടെ ലോകത്തും ആദരിക്കപ്പെടുന്ന യഥാർത്ഥ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്നിവിടെ കൂടി ചേർന്ന നല്ല ഈമാനിന്റെ പേരിൽ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ പേരിൽ നാളെ പരലോകത്ത് അർശിന്റെ ഏറ്റവും മഹത്തായ മാന്യന്മാരുടെ കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥന സുബ്ഹാനക്കല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ശുക്രൻ ജസീലൻ അബ്ദുൽ ഖയ്യൂം ഉസ്താനി നമ്മുടെ ഈ ചെറിയ വലിയ സെഷന് നന്ദി പറയാൻ വേണ്ടി AK അബ്ദുൽ കരീം സാഹിബിനെ ക്ഷണിച്ചുകൊള്ളു. എന്റെ ആത്മാർത്ഥ ഞാൻ എന്ത് നന്ദി പറയാനാണ് കാരണം ചെറുപ്പം മുതലേ ഞങ്ങളെ പഠിച്ചു അപ്പൊ ഒരു ഔപചാരിക പറയാം നമ്മള് അബ്ദുൽ ഖയ്യൂം ഉസ്താനി ഈ ഇവിടെ വന്നത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നത് ഇന്നൊരു പരിപാടി ഇവിടെ അല്ലടാ വേറെ കല്യാണം ഫംഗ്ഷനിൽ ചാടി ഇവിടെ വന്നത് അപ്പൊ അതിന്റെ അറിയിക്കണം കാരണം ഇത് വല്ലാത്ത റോഡാണ് കാരണം കോഴിക്കോട് ജില്ല വരെ ഈ പരിപാടി പങ്കെടുക്കാൻ അതുകൊണ്ട് ഈ വേറെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട് കാരണം 2017 രാഷ്ട്രപതി അവാർഡ് വാങ്ങി എന്തിനെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ഇന്ത്യയിലെ നമ്മളല്ലേ പറഞ്ഞ
അപ്പൊ നമ്മള് ഉയർത്തേണ്ടവരെ ഉയർത്തണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും അറിയില്ല ഇങ്ങനെ ഇവിടെ സാഹിബിന്റെ മകൾ ഇങ്ങനെ ഒരു അവാർഡ് നേടി. പക്ഷേ അതിനേക്കാൾ രസകരമായ സംഗതികൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രപതി അവാർഡ് വാങ്ങാൻ ഡൽഹിക്ക് പോയില്ല. ഫാമിലിക്ക് മുഴുവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവരറിയണം ഫാമിലിക്ക് മുഴുവൻ അവിടെ താമസിക്കാനും താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കി കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റി ബ്ലാക്ക് എല്ലാ എല്ലാവർക്കും. പക്ഷെ അദ്ദേഹം പോയില്ല. കാരണം അറിയോ അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് വേറെല്ലോടും പറഞ്ഞോട് സ്വകാര്യം പറയാനൊന്നും ഞാനേ രാഷ്ട്രപതി അതിഥിയായിട്ട് പോകുന്നതിനേക്കാൾ എനിക്ക് അള്ളാന്റെ അതിഥിയായിട്ട് പോകുന്നല്ലേ ഹജ്ജിന്. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം അവാർഡ് മേടിക്കാൻ പോയില്ല. അവാർഡ് അവസാനം ഇയാൾ പറഞ്ഞില്ലേ മറ്റേ തേടിയെത്തിന്ന് ഇങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ അധികം പറഞ്ഞു മണ്ണുവാരി വയൽ മണ്ണുവാരി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാവിത കൃതജ്ഞതയും അറിയിക്കും. നമ്മള് കാണാത്ത ഒരുപാട് നമ്മളെ അതൊക്കെ മറ്റുള്ളവർക്ക് കേട്ടുകഥകളായിട്ട് തോന്നും. അത് ഇദ്ദേഹം മറ്റേ ബിന്യാമിനില്ലേ ആടുജീവിതം അതിന്റെ അവസാനം കഥയുടെ അവസാനം പറയുന്ന ഒരു കാര്യമാണ്. നമ്മളനുഭവിച്ച ജീവിതങ്ങൾ മനസ്സിലായോ? മറ്റുള്ളവർ കേട്ടുകഥകളായിട്ട് പരിഹരിക്കാനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതിപ്പോ നമ്മള് ഇദ്ദേഹത്തെ ഇരുത്തി പോഴ്ത്തിയല്ല. അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അവതാരങ്ങളും അർഹതപ്പെട്ട. എന്റെ കുറ്റമില്ല എന്ന് പറഞ്ഞില്ല. അതൊന്നല്ല. ഇത് നമ്മള് ഇദ്ദേഹത്തിന് നൽകുന്ന ശരിക്കും അർഹതപ്പെട്ടത് പോരാ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഇതിലിരുന്ന എല്ലാ സെഷനിലിരുന്ന എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. ചെറിയ പരിപാടികളുണ്ട്. നിങ്ങളെ പ്രസംഗിക്കുന്നില്ല. നല്ല വിഷയം വേറെ സമ്മാനം ചെയ്യാനുണ്ട്. അതേപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. വിട്ടുകൊടുക്കരുത്. വലിക്കങ്ങടെ ആഞ്ഞു പിടിച്ചോ. وظننت على أني بذلك حشت غنى فوجدت أني خاسر فتلك مظاهر لا نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلانا لا نرضي الناس بما لا نرضاه لنا حالا ذاك جمالنا يسمو يتعالى كن أنت تزداد جمالا لا 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 لا
يتقبلهم الناس لست أقلدهم إرضاه ذا مرضيني ذاك يميني لا نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلالا لا نرضي الناس بما لا نرضاه لنا حالا ذاك جمالنا يسمو يتعالى. Thank you Miraj. Okay, inshallah. സിദ്ദീഖ് മാറി കിട്ടാറുണ്ട്. സിദ്ദിയെ ഫ്രണ്ടി വരില്ലട്ടാ. പോട്ടെ അങ്ങനെയാണ് പോട്ടെ. അടുത്ത ആൾ കയറി. കിട്ടിയ കുട്ടികളെ രണ്ടാമത് വരെ ശ്രദ്ധിക്കണം. വീഡിയോ ഓക്കെ ആ പോട്ടെ പിന്നെ ജീവ മാറിക്കട ഫ്രണ്ട്. കുടുംബസംഗമത്തിന്റെ പര്യവസാനത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാ കുരുന്നുകൾക്കും സമ്മാനമുണ്ട്. ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും സമ്മാനം തരും. അടുത്ത ആൾക്കാർ 10 വയസ്സ് വരെയുള്ളൂ. ഇനി 8 വയസ്സുള്ളവർ 8 മുകളിലേക്കും 8 മുകളിലുള്ളവർ 10 വയസ്സ് വരെയുള്ളവർ ഓക്കെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 10 മുതൽ 12 വരെ വയസ്സുള്ള പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളാവണേ. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലെങ്കിലും മറ്റൊന്നെല്ലാവരും സഹകരിക്കേണ്ടത് മിഠായി തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇതരണം കേട്ടോ. മിഠായി തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കണേ. ഓക്കെ കുട്ടികളുണ്ടെങ്കിൽ പോട്ടെ. ഓക്കെ ടീച്ചറെ വാ. ആ വലിയ കുട്ടികൾ വാ.
മുതിർന്ന കുട്ടികൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുതിർന്ന കുട്ടികൾക്കുള്ളതാണ്. എല്ലാവരും പരസ്പരം മധുരങ്ങൾ പങ്കിടുക. ഇനി കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞല്ലോ അല്ലേ? ഇനി ഉണ്ടാവോ? തികയോ? ഇനി തൽക്കാലം അതിന്ന് കൊടുക്കോരോ. ഞാൻ മേടിച്ചോ. ഓരോന്ന്. ഇനി ആർക്കെങ്കിലും കിട്ടാത്ത കുട്ടികളൊക്കെ അങ്ങോട്ട് പോരട്ടോ. പങ്കെടുക്കാത്തവരൊക്കെ എല്ലാവരും വരാം. മിഠായി വേണ്ട കുട്ടികളെല്ലാവരും വരാം. ഉമ്മമാർക്ക് വേണമെന്ന് പറയുന്നത് ബാക്കിയുണ്ടെങ്കിൽ തരാം. മുള കിട്ടിയോ? മത്സരത്തിൽ പങ്കെടുത്ത തീരെ മിഠായി കിട്ടാത്തവരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടന്നു അറിയിക്കുന്നു. ഓക്കെ. ചെറിയ മക്കളുണ്ടോ? കുഞ്ഞു കുട്ടികളുണ്ടോ? 1 വയസ്സായ 2 വയസ്സായ കുട്ടികളുണ്ടോ? ഓക്കെ, വീട്ടിലുണ്ടെങ്കിൽ പോട്ടെ. ഇവിടെ ഉണ്ടാവണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഹയ്യാ ഹയ്യാ സിഞ്ചാബി അൻത സദീഖി സിഞ്ചാബി നഖ്മാൻ യാ സിഞ്ചാബി നല്ലബദൗ സിഞ്ചാബി ഹയ്യാ ഹയ്യാ സിഞ്ചാബി അൻത ഹബീബി സിഞ്ചാബി നഖ്മാൻ മൗസൗ സിഞ്ചാബി നഫ്റഹ ദഹ്മൻ സിഞ്ചാബി ഹയ്യാ ഹയ്യാ സിഞ്ചാബി അൻത സദീഖി സിഞ്ചാബി നഖ്മാൻ യാ സിഞ്ചാബി നല്ലബദൗ സിഞ്ചാബി ഹയ്യാ ഹയ്യാ സിഞ്ചാബി അൻത ഹബീബി സിഞ്ചാബി നഖ്മാൻ മൗസൗ സിഞ്ചാബി നഫ്റഹ ദഹ്മൻ സിഞ്ചാബി. അസ്സലാമു അലൈക്കും. ടീച്ചർ ഷഫ്ന സാലെ ജിൻസി ആരിഫ ടീച്ചർ ഷെറി ഷംസുദ്ദീൻ സൽന ജമാൽ സെക്കൻഡ് പ്രൈസ് ഉമാദിയ ഷഫ്ന സാലിഹിനെ സമ്മാനം കൊടുക്കാനായി ക്ഷണിക്കുന്നു. ഷഫ്ന സാലിഹ് gift basket junior category first prize goes to Aisha MA. ജിൻസി സമ്മാനം കൊടുക്കാനായി ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് സന ഷംസു സമ്മാനം കൊടുക്കാനായി ആരിഫ ടീച്ചർ ക്ഷണിക്കുന്നു. ജിൻസി അബ്ദുൽ നാസർ ജൂനിയർ വിഭാഗം ഗിഫ്റ്റ് ബാസ്കറ്റ് ഫസ്റ്റ് പ്രൈസ് ഐഷ MA. സെക്കൻഡ് പ്രൈസ് സന ഷംസു പ്രൈസ് കൊടുക്കുന്നതിന് ആരിഫ ടീച്ചർ ക്ഷണിക്കുന്നു. അടുത്തായി മിഠായി പെറുക്കൽ മത്സരം അടുത്ത മിഠായി പെറുക്കൽ ഫസ്റ്റ് പ്രൈസ് തൈമിയ
ആരിഫ് ടീച്ചർ സമ്മാനം കൊടുക്കണേ. ആരിഫ് ടീച്ചർ. തൈമിയ ഫസ്റ്റ് പ്രൈസ്. മിഠായി ബർഗർ ഫസ്റ്റ് പ്രൈസ്. തൈമിയ. സെക്കൻഡ് പ്രൈസ് കൊടുക്കാനായി സൽമാ ജമാലിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ഏറ്റുവാങ്ങാനായി നൂഹ മിഠായി ബർഗർ. സെക്കൻഡ് പ്രൈസ് നൂഹ. സമ്മാനം കൊടുക്കാനായി സൽമാ ജമാൽ. എല്ലാവരും നല്ല കയ്യടിയോടുകൂടി. തേർഡ് പ്രൈസ് അഹമ്മദ് സാദിഖ്. മിഠായി ബർഗർ തേർഡ് പ്രൈസ് അഹമ്മദ് സാദിഖ്. നമ്മുടെ സമ്മാനം വിതരണം ചെയ്യുന്നത് റസിയ ടീച്ചർ. തേർഡ് പ്രൈസ് അഹമ്മദ് സാദിഖ്. അടുത്തതായി കസാരോട്ടം ജൂനിയർ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആമിന നവാസ്. പ്രൈസ് കൊടുക്കാനായി ഫരീദ മസൂദിനെ ക്ഷണിക്കുന്നു. ഫരീദ മസൂദ്. സമ്മാനം ഏറ്റുവാങ്ങാനായി ആമിന നവാസിനെ ക്ഷണിക്കുന്നു. ആമിന നവാസ് ഫസ്റ്റ് പ്രൈസ് കസാരോട്ടം ജൂനിയർ. എല്ലാവരും നല്ല നിറഞ്ഞ കയ്യോടുകൂടി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സിദ്റത്തുൽ മുൻതഹ. ഫരീദ മസൂദ്. സെക്കൻഡ് പ്രൈസ് ഫരീദ മസൂദാണ് നൽകുന്നത്. സിദ്റത്തുൽ മുൻതഹ. കിഡ്സ് വിഭാഗം ഫസ്റ്റ് പ്രൈസ് ജന്ന നിഷാദ്. പ്രൈസ് കൊടുക്കുന്നത് സുലൈഖ ഖാദർ. കിഡ്സ് വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജന്ന നിഷാദ്. എല്ലാവരും കൈയടിക്കാം. രണ്ടാം സ്ഥാനം സഹ അൻവർ. പ്രൈസ് കൊടുക്കുന്നത് താഹിർ ടീച്ചർ. പ്രൈസ് കൊടുക്കുന്നത് താഹിർ ടീച്ചർ. കിഡ്സ് വിഭാഗം രണ്ടാം സ്ഥാനം സഹ അൻവർ. പ്രൈസ് കൊടുക്കാനായി താഹിർ ടീച്ചർ ക്ഷണിക്കുന്നു. സീനിയർ വിഭാഗം ബോട്ടിൽ ഹോൾഡിംഗ് മത്സരം. ഫസ്റ്റ് പ്രൈസ് ഷമീന അബ്ദുൽ വഹാബ്. പ്രൈസ് കൊടുക്കുന്നത് ഫൗസിയ ഖാലിദ്. ഷമീന അബ്ദുൽ വഹാബിനെ പ്രൈസ് ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ബോട്ടിൽ ഹോൾഡിംഗ് മത്സരം. ഫസ്റ്റ് പ്രൈസ് ഷമീന അബ്ദുൽ വഹാബ്. രണ്ടാം സ്ഥാനം മുഹസിന ടീച്ചർ. പ്രൈസ് കൊടുക്കാനായി ഫാത്തിമ ടീച്ചർ. ബോട്ടിൽ ഹോൾഡിംഗ് മത്സരത്തിൽ വിജയിച്ച മുഹസിന ടീച്ചറെ സമ്മാനം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. കസേരക്കളി ഫസ്റ്റ് പ്രൈസ് അയാൻ ജമീൽ. പ്രൈസ് കൊടുക്കാനായി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അയാൻ ജമീൽ. സെക്കൻഡ് മുഹമ്മദ് സയാൻ. ഫസ്റ്റ് പ്രൈസ് അയാൻ ജമീൽ. സെക്കൻഡ് പ്രൈസ് സയാൻ മുഹമ്മദ് സയാൻ. കുൽസു ടീച്ചർ തന്നെ കൊടുക്കുന്നതാണ്. സെക്കൻഡ് കാറ്റഗറി കസാരോട്ട മത്സരത്തിൽ വിജയിച്ച ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഇഹ്സാൻ. പ്രൈസ് കൊടുക്കാനായി ഷമീ ഷംസുദ്ദീൻ.
Ihsan, first prize goes to Ihsan. Kasarota, first prize. Second prize goes to Ayan. ഷമീ ശംസുദ്ദീൻ തന്നെ ഈ പ്രൈസും കൊടുക്കുന്നതാണ്. നിറഞ്ഞ കൈയടി എപ്പോഴും പറയിക്കേണ്ടതാ. എല്ലാവരും നല്ല കൈയടി കൊടുത്തേ. അടുത്ത കാറ്റഗറി വടംവലിയാണ്. സ്ത്രീകളെ മത്സരിച്ച വടംവലി മത്സരം പങ്കെടുത്ത വിജയിച്ച ടീമിലെ രണ്ട് കാറ്റഗറിയിലായി വടംവലി മത്സരത്തിൽ അവരെ പ്രതിനിധീകരിച്ച് ഒരാൾ വന്ന് വടംവലിക്കുള്ള വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ട് ടീമിൽ നിന്നും ഓരോരുത്തരായി വന്ന് സമ്മാനം ഏറ്റുവാങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ട് കാറ്റഗറിയിലായാണ് നടന്നത്. ഒന്ന് ചെറിയ കുട്ടികളുടെ വടംവലി, മുതിർന്ന സ്ത്രീകളുടെ വടംവലി. ഓരോ ടീമിൽ നിന്നും അവരെ പ്രതിനിധീകരിച്ച് ഓരോ ആളുകൾ വന്ന് സമ്മാനം ഏറ്റുവാങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. ഒരാൾ ടീമിൽ ആരെങ്കിലും പെട്ടെന്നൊന്ന് വന്ന് സമ്മാനം വാങ്ങിക്കണം. സമ്മാനം കൊടുക്കാനായി കുൽസു ടീച്ചറെ ക്ഷണിക്കുന്നു. മുതിർന്ന ടീമിന്റെ ക്യാപ്റ്റൻ വിജയിച്ച ടീമിന്റെ ഷമീ ശംസുദ്ദീനെ ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങാൻ. സമ്മാനം കൊടുക്കുന്നത് കുൽസു ടീച്ചർ. വടംവലി പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ വിജയിച്ച ടീമിൽ നിന്നും ഒരാൾ സമ്മാനം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് വരണം. സമ്മാനം കൊടുക്കുന്നതിനായി PK മജീദ് മാസ്റ്റർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വടംവലി മത്സരം ആൺ വിഭാഗം നല്ലൊരു കൈയുടെ പെർഫോമൻസ് എല്ലാവരും തീപാറുന്ന പോരാട്ടം. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ചേർന്ന എല്ലാ സ്ത്രീകൾക്കും കുടുംബസംഗമത്തിന്റെ പേരായിരം നന്ദികളും അർപ്പിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും സമാപനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ പങ്കെടുത്ത കുടുംബങ്ങളിൽ നിന്ന് ആദ്യാവസാനം മൂന്ന് കുടുംബങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കാൻ മൂന്ന് കുടുംബങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അതിനൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ എത്ര പേരാണ് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവര് മുഴുവൻ ഈ സമയത്ത് ഉണ്ടാകണം. ഒരു ഉദാഹരണം പറഞ്ഞു, എന്റെ പേര് ഷമീർ കിട്ടി. ഷമീറിനെ കിട്ടിയാൽ എന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് ആ രജിസ്റ്റർ ചെയ്ത കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുഴുവൻ സമ്മാനം കിട്ടും. അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. അടുത്ത ആളെ വിളിക്കും. ഒരാൾ കുറഞ്ഞാലും കിട്ടൂല. കുടുംബത്തിലെ മുഴുവൻ ആളുകൾ ഉണ്ടാവണം. മുഴുവൻ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ആളുകളൊന്നല്ല. രജിസ്റ്റർ ചെയ്ത സമയത്ത് ആ കോളത്തിൽ രേഖപ്പെടുത്തിയ ആളുകൾ മുഴുവൻ ഉണ്ടാവണം. എങ്കിലും മാത്രമേ അവർക്ക് സമ്മാനം കിട്ടും. ഇൻഷാല്ലാ. അതുകൊണ്ട് ആ കുടുംബത്തിലെ ആളുകളൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്.
അബ്ദുൽ മജീദ് സാഹിബും PB അബ്ദുൽ ജബ്ബാർക്ക് അതേപോലെ തന്നെ നമ്മുടെ ജബ്ബാർക്ക് ഇവർ മൂന്നാളാണ് കാര്യങ്ങൾ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ആദ്യാവസാനം പണിയെടുത്തത് അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്ന് മജീദ് അബ്ദുൽ ജബ്ബാർ ഷംസുക വേദിയിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറാണ് ഇതില് നമ്മള് നറുക്കെടുക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നറുക്കെടുക്കല്ലേ. ആദ്യത്തെ ഒരെണ്ണം ഒന്നാമത്തെ നമ്മുടെ കുടുംബ സംഗമത്തിൽ ആദ്യവസാനം വരെ രജിസ്റ്റർ നമ്പർ 23 ആരാണ് സിദ്ദീഖ് മുഹമ്മദ് അലി പുതിയ വീട്ടിൽ. സിദ്ദീഖ് മുഹമ്മദ് അലി പുതിയ വീട്ടിൽ. 4 പേരുണ്ടോ? 4 പേര് ഇല്ല. അടുത്തേട് നിങ്ങളല്ല പറയണ്ട കേട്ടോ, വേറെ ആളാണ് പറയേണ്ടത്. 4 പേരുണ്ടോ? ഇല്ല. അടുത്തെടുക്ക്. നമ്മുടെ കുടുംബ സംഗമത്തിൽ ആദ്യവസാനം പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനമാണ്. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ രാവിലെ 9 മണി മുതൽ 5 മണി വരെ 115 രജിസ്റ്റർ നമ്പർ 115. അസീസ് പുതിയ വീട്ടിൽ. എത്ര പേരിന് ആരും ഏതാ സീസൺ 8595961967 ഉണ്ടോ? ഇല്ല. ആളില്ല. ഓക്കെ. അപ്പൊ ആരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകള് വീണ്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ആദ്യവസാനം വരെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമ്മാനം ലഭിക്കും. വളരെ ആകാംക്ഷപൂർവ്വമായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ ഈ കുടുംബത്തിന് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ.
ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗ്യശാലി ആരാണ്? രജിസ്റ്റർ നമ്പർ കെ എ ബദറുദ്ദീൻ കോടമ്പി. മൂന്ന് പേര്. ഇല്ല. ഓക്കെ. 35 രജിസ്റ്റർ നമ്പർ 35. പി ബി അബ്ദുറഹ്മാന്റെ മൂന്ന് പേര്. പി ബി അബ്ദുറഹ്മാൻ നാലാമത്തെ ഒരാൾ. നമ്മുടെ ഈ സംഗമത്തിന്റെ ചെയർമാൻ തന്നെയാണ് പി ബി അബ്ദുറഹ്മാൻ സാഹിബ്. സമ്മാനം ജമാൽക്ക. ഫവാസ് ഒരു മിനിറ്റ്. ലാസ്റ്റ് വളരെ സന്തോഷം. നന്ദി. അടിയിന്നിരിക്കുന്നില്ലേ? 92 ജബി ജമാൽ മാസ്റ്റർ. രണ്ടുപേര്. രണ്ടുപേരില്ലെങ്കിൽ രക്ഷയില്ല. ഒരാളേ ഉള്ളൂ. അടുത്തത്. റുക്കിയ അടിമക്കുഞ്ഞ് തെരുവിൽ. ഒരാളാണ്. ഉണ്ടോ? ഓക്കെ. അടുത്ത നമ്പർ. ഇനിയും പ്രതീക്ഷ. എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുക. ആർക്ക് കിട്ടും? രജിസ്റ്റർ നമ്പർ 31. അബ്ദുറസാഖ് പുതൂരുപറമ്പിൽ ടൈലർ. മൂന്ന് പേരുണ്ട്. അതുമില്ല. അടുത്തത്. അല്ല ഞാൻ എടുക്കണ്ട. കൊടുക്കുന്ന ആൾ 52 രജിസ്റ്റർ നമ്പർ 52. റഹിയ വലിയ പറമ്പിൽ. മൂന്ന് പേര്. വലിയ പറമ്പിൽ. ഉണ്ടോ? ഇല്ല. ആദ്യാവസാനം വരെ എണ്ണുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ഇൻഷാല്ലാ. ഒരെണ്ണം കൂടി. ഇനില്ലെങ്കിൽ ലാസ്റ്റ്. നസ്രീൻ അബ്ദുൽ നാസർ ഇസ്രായിലത്ത്. നാല് പേരുണ്ടോ?
4 പേരുണ്ടോ? നാലാളും വായോ. നസ്രീൻ അബ്ദുൽ നാസർ. 4 ആളെ കൂട്ടി ഒരാളെ നിങ്ങൾ 4 ആളാവണം. മാഷാ അല്ലാ. ഗിഫ്റ്റ് നൽകുന്നത് ശംസുദ്ദീൻ. ഇത് കഴിഞ്ഞ നേരത്തെ നടന്നൊരു പ്രോഗ്രാമിന്റെ മത്സരത്തിന്റെ ഗിഫ്റ്റ് കൂടെ കൊടുക്കാനുണ്ട്. 2 എണ്ണം. അതെ. നല്ല കയ്യടി. Second prize goes to Aziz. സമ്മാനം നൽകുന്നതിന് PB ജബ്ബാറിനെ ക്ഷണിച്ചോളൂ. ഇനി ആർക്ക് സമ്മാനം കിട്ടാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രോഗ്രാം അവസാനിപ്പിക്കാണ്. കൂട്ടത്തില് നമ്മള് പറയാൻ വിട്ടുപോയത് ഒരു അനൗൺസ്മെന്റ് ആങ്കറിംഗുമായിട്ട് യാക്കൂബ് മൗലവി ഉണ്ടായിരുന്നു. അതിന് വെച്ച സമ്മാനം ഇവിടെ ഉണ്ട് എന്ന് ജസ്റ്റ് അറിയിക്കുകയാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മള് 205 നമ്മുടെ മഹല്ലിലെ 205 കുടുംബങ്ങളാണ് നമ്മുടെ ആദർശക്കാരായ അനുഭാവികളായ ആളുകളുള്ളത്. എല്ലാവരെയും നേർക്ക് നേരെ പോയി ക്ഷണിക്കുകയും ആ സമയത്ത് ഫോണിലൂടെയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. അതിൽ 160 ഫാമിലികൾ പങ്കെടുത്തു. ഇൻഷാ അല്ലാഹ് ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഇതുപോലെ നമുക്ക് സംഗമിക്കണം. അതോടൊപ്പം പറഞ്ഞ പദ്ധതികൾ നമ്മുടേതാണ് ആ പ്രൊജക്ട്. ഈ പ്രദേശത്ത് നമ്മുടേതായ എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഭവനം ഇവിടെ ഉണ്ടാവണം ആഗ്രഹിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇനിയും ബോക്സിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇവിടെ സമീപിച്ച് ആ ബോക്സ് ആവശ്യപ്പെടണം. ഈ സംഗമത്തിന്റെ സമാപന സംസാരത്തിൽ പറയുന്നതിന് വേണ്ടി നമ്മുടെ കനിവിന്റെ സെക്രട്ടറി കൂടിയായ മാന്യനായ നജീബ് കയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ ഭംഗിയായി നടക്കാൻ അല്ലാഹു അനുഗ്രഹിച്ചു. ആദ്യമായി നന്ദി പറയുന്നു. കുട്ടികളുടെ പരിപാടി അതിഗംഭീരമായി നടന്നു. എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു. PS അബ്ദുൽ വഹാബ് സാഹിബ്, മജീദ് മാസ്റ്റർ, AV അബ്ദുൽ ഖാദർ മാസ്റ്റർ എന്നിവരുടെ ഷാദികാരികളായി അതിവിപുലമായി പരിപാടിയെ ഇത്ര വിജയമാക്കാൻ അവർ മുന്നിൽ നമ്മളോട് നയിക്കുകയും വേണ്ട ഉപദേശങ്ങൾ ചെയ്തു തരുകയും ചെയ്തു. അതുകൂടാതെ PB അബ്ദുറഹ്മാൻ ചെയർമാനായും കൺവീനർ ഷമീർ പി ജോയൻ കൺവീനർ ഷഫീഖ് പ്രോഗ്രാം
കൺവീനർ AK അബ്ദുൽ കരീം രാവും പകലുമായി ഗിഫ്റ്റിന് വേണ്ടിയും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വളരെയധികം ഓടി നടന്നു പ്രത്യേകം നന്ദി പറയുകയാണ്. ജോയിന്റ് കൺവീനർമാരായ ഫൈസൽ മാസ്റ്റർ, ആദിൽ മജീദ്, മസൂദ് KK, യാക്കൂബ് മൗലവിയുടെ സാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. അനൗൺസ്മെന്റ് ഇത്രയും ഗംഭീരമായി നമ്മളെ ഇത്ര സമയം ഇതിൽ നമ്മളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നമ്മോട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാം. അനസ് റഹ്മാൻ, സക്കീന ജബ്ബാർ, റസിയ അദീബ് ഉഷാറായ സ്വാഗതഗാനം നമുക്ക് വേണ്ടി തയ്യാറാക്കി കുട്ടികൾ ഇവിടെ വളരെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ചു. ഫൈനാൻഷ്യൽ കൺവീനർ PB അബ്ദുൽ ജബ്ബാർ, ജോയിന്റ് കൺവീനർ അബ്ദുൽ ഗഫൂർ സലഫി, AK അബ്ദുൽ മജീദ്, സത്താർ പബ്ലിസിറ്റി MM മജീദ്, ജോയിന്റ് കൺവീനർ PA അബ്ദുൽ ഗഫൂർ, MA ശംസുദ്ദീൻ, നിസാം PK, അൻസാർ, റിയാസ് റഷീദ്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ നജീബ്, ജോയിന്റ് കൺവീനർ സമദ് PA, സാബിർ, റിസ്വാൻ, വനിതാവിംഗ് സക്കീന ടീച്ചർ, ജോയിന്റ് കൺവീനർമാർ ടീച്ചർ സുൽഫത്ത്, ആരിഫ ടീച്ചർ, ഫരീദ മസൂദ്, PK അബ്ദുൽ അസീസ്. അറിയാം വളരെ ഭംഗിയോടും കൂടിയോടും ഉഷാറായി ഫുഡ് നമുക്ക് സപ്ലൈ ചെയ്ത് അതിന് പ്രയത്നിച്ച അതിന് ഹെൽപ്പ് ചെയ്ത മസൂദ്, സമദ്, അൻസാർ എന്നിവർ രാവും പകലും അവിടെ ബുദ്ധിമുട്ട് അറിയാവുന്നതാണ്. പ്രത്യേകം നന്ദി പറയുന്നു. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി പങ്കെടുത്തവർക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് നമ്മുടെ മീഡിയ ഇത്ര നേരം നമുക്ക് വേണ്ടി ചെയ്ത നാസർ എന്നിവർക്കും നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുടുംബ സംഗമത്തിന്റെ ക്യാപ്ഷൻ ഒത്തിരി ഓർമ്മിക്കാൻ ഇത്തിരി നേരം അത് നമ്മള് ഗ്രൂപ്പിലിട്ടിരുന്നു. ഇത് നമ്മുടെ ഷഫീഖ് ഇടമുട്ടാണ് ക്യാപ്ഷൻ നമുക്ക് സമ്മാനിച്ചത്. എല്ലാവരും അതാണ് തെരഞ്ഞെടുത്തത്. ജമാൽ മാഷിക്ക് എന്താ പറയാണ്ട്? വളരെ വാശിയേറിയ മത്സരം. ഒരാളും പിന്നിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേശ്ശിയുടെ കൈ മോളിലേക്ക് പൊന്തിയിട്ടാ, അത്ര പൊന്താൻ പാടില്ല. പൊന്തിയാ കുഴപ്പമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല കൈയടി കൊടുക്കുക. എന്തോ ഒരു ആട്ടം ഉണ്ടല്ലേ? ആട്ടമുണ്ട്. എല്ലാരും കുപ്പി ഇളകുന്നത് ശ്രദ്ധിക്കുക. ജമാൽ മാഷ് കുപ്പി ചെറുതായിട്ട് ഇളകുന്നുണ്ടോ? ഇല്ലല്ലേ? തോന്നണോ? ചെറിയൊരു വിറവം തുടങ്ങി പിടിച്ചു നിൽക്കണം. അവസാന നിമിഷം വരും. കമോൺ ഇന്ത്യ. അവിടെ ഒരു വിറയുണ്ടല്ലോ കിഴക്കേറ്റത്ത്. ഇത് ഇതായിപ്പോയി. ഇതൊരു വിജയിച്ചു.
ജമാൽ മാഷ് വിടാൻ തയ്യാറാണോ? ജമാൽ മാഷ് ഒരാളോട്ടായി ബദർക്ക കീഴടങ്ങിയിരിക്കുകയാണ്. വളരെ വിദഗ്ധമായി ബദർക്ക കീഴടങ്ങി. ജമാൽ മാഷ് അങ്ങനെ നമ്മുടെ നാസർക്കയും കീഴടങ്ങിയിരിക്കുന്നു. ആയുധം വെച്ച് കീഴടങ്ങി. കയ്യടി പോലട്ടെ, ഒരു വാശിയേറി മത്സരമല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിശ്വജലമായ മത്സരമാണ് നടക്കുന്നത്. ജമാൽ മാഷും ജമാൽ മാഷ് അതാ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. മസിൽ പിടിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഒരു കയ്യടി പോലട്ടെ, എല്ലാവരും കയ്യടി. വാശി പിറക്കരുത്. ഒരിഞ്ച് പോലും താഴാതെ മുന്നോട്ട് പോവുകയാണ്. പറ്റും അങ്ങനെ തന്നെ. നിന്നെ കൂടെ പറ്റും. ഒരിഞ്ച് പോലും. ഓ പോയി. അയ്യോ, 3 പേർ. അതാ അവിടെ MM മജീദക്കയും കീഴടങ്ങിയിരിക്കുകയാണ്. 3 പേര് വളരെ വിദഗ്ധമായി. നിന്നെ കൂടെ പറ്റും. ചെയ്തോ, അങ്ങനെ തന്നെ പിടിച്ചോ. മുട്ട് വളക്കരുത്. മുട്ട് നിവർത്തി തന്നെ പിടിക്കണം. ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. കാണികളെ ആവേശത്തിൽ പൊതിഞ്ഞുകൊണ്ടുള്ള മത്സരമാണ്. കാലടി പുറകിലേക്ക് പോകുന്നു. 1 ലിറ്റർ വെള്ളം എത്ര സമയം നേരെ കൈമടക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? അത് അക്കുറൈസിയും കീഴടങ്ങി. 2 പേർ. ആര് ജയിക്കും? 2 പേർ. ഒരിഞ്ച് പോലും ഇറങ്ങാതെ. എന്താണ് ഇവിടെ പടിഞ്ഞാറത്തെ തല കിഴക്കേറ്റത്തൊരു പറക്കരുത്. കൈയടിച്ച ലാസ്റ്റ് പെർഫോമൻസ് ആണ്. കിഴക്കേ ഭാഗത്ത് വരണം തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാററ്റവും ഇറക്കുന്നു. ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. 1 ലിറ്റർ വെള്ളം എത്ര സമയം കൈമുട്ടുമടക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധമായി ഇതാ മനുഷ്യരെ മനസ്സിലാക്കി തരികയാണ്. ആവേശോജ്വലമായ പോരാട്ടം. മറക്കണ്ട, നിന്നെ കൊണ്ട് പറ്റും. കയ്യടി പോർക്കെ നല്ലോണം. നിന്നെ കൊണ്ടേ പറ്റൂ. ശ്വാസം വരെ. മടക്കണ്ട, മറക്കണ്ട. പിടിച്ചോ. പതറരുത്. അട്ടി പതറരുത്. മുക്കല്ലേ. ആവേശോജ്വലമായ മത്സരമാണ്. ഞാൻ വിട്ടാ നീ വിടും, നീ വിട്ടാ ഞാൻ വിടും. ആര് വിടും? 2 പേരും കട്ടക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവേശോജ്വലമായ മത്സരമാണ് നടക്കുന്നത്. മത്സരത്തിനിടയിലും കുശലം പറഞ്ഞുകൊണ്ട് എന്താണ് ഇതൊന്നും ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ഇത് ആസിസ് ഖാൻ വിട്ടുകൊടുക്കില്ല. കാലിന്റെ ചുവടുകൾ തെറ്റുന്നു. സെയ്ദുക്ക വന്നിരിക്കുകയാണ്. ആവേശോജ്വലമായ മത്സരം സെയ്ദുക്ക പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ്. ആസിസ് ഖാൻ കീഴടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചെയർമാൻ, പ്രോഗ്രാമിന്റെ ചെയർമാൻ വിജയിച്ചിരിക്കുകയാണ്. 2ാം സമ്മാനം ആസിസ് ഖാൻ.